നെഞ്ചടിച്ച ആ സമയത്ത് തീർച്ചയായും എന്നെ നായകനായിട്ട് ഒരു സിനിമയിലേക്ക് പരിഗണിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാലേ നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറഞ്ഞ പോലെ കാണിച്ച പോലെ ലോട്ടറി അടിച്ചൊരു സിനിമയില് കിലുക്കത്തില് കേട്ടിട്ടുണ്ട് ആ ലോട്ടറി അടിച്ചൊരു സാഹചര്യമായിരുന്നു. കുറച്ചായിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തു. അത് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നേരിട്ട് വരാം. നേരിട്ട് വന്നു. അവിടെ ചെന്ന പ്രൊഡ്യൂസറും അവരുടെ ഡയറക്ടറും ഉണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടു, സംസാരിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ശരിക്കും വിശ്വാസമായത് കാരണം അപ്പോഴും ഞാൻ വിചാരിച്ച പോലെ പ്രാങ്ക് കഴിക്കും എന്നൊക്കെ വിചാരിച്ചു. എന്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് നമ്മളെ ആഗ്രഹം അറിയുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ ഈസിയാണ് നമ്മളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി. ആഗ്രഹം അറിയുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരും എന്നെ പോലെ ഇപ്പൊ മറ്റ് പല മേഖലകളിൽ അവർ ഒരാൾ എബ്രോഡാണ്, രണ്ടുപേരും എബ്രോഡാണ്, പിന്നെ ഒരാൾ ആർമിയിലായിരുന്നു, ഒരാൾ എയർഫോഴ്സ്. അപ്പൊ അവർ പല പല സ്ഥലത്താണ്. അപ്പൊ അവരൊന്നും ഇവിടെ ഇല്ല, നാട്ടിലില്ല. അപ്പോഴെനിക്ക് സംശയം, ചെന്ന് നോക്കാം. ചെന്ന് നോക്കി. അപ്പൊ ചെന്നപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫോർമൽസിലൊക്കെ പോയത്, HR ഫോർമൽസിലാണ് പോയത്. അപ്പൊ എന്നെ കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഇവൻ ഈ ക്യാരക്ടറിന് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മളൊരു ശീലിച്ച ഒരു രീതിയിലാണല്ലോ. അപ്പോൾ പിന്നെ സിനിമയായിട്ട് നമ്മൾ ആ സമയത്തൊന്നും ചിന്ത പോലും ഇല്ല. പോയി ചെന്ന് കണ്ടു, പ്രൊഡ്യൂസറെ കണ്ടു. നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യൻ, അങ്ങനെ തന്നെ പറയണം. ഫ്ലാറ്റായി നല്ലൊരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു ഭയങ്കര ആതിഥ്യമര്യാദയൊക്കെ ആയിരുന്നു.